നമസ്കാരം. ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോണ രണ്ട് പെർഫ്യൂംസാണ്. ഒന്ന് മൊണ്ടേലിൻ്റെ ഊദ് അമേസിങ്, രണ്ട് ലത്താഫയുടെ പ്രൈഡ് ലൈനിലെ നാച്ചുറൽ ഊദ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മൊണ്ടേലിൻ്റെ ഊദ് അമേസിങ്ങിനെയും തുടങ്ങാം. ഇതിങ്ങനെ ഒരു പൗച്ചിനകത്താണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ചിക്കി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഈ സെറ്റപ്പ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല മൊണ്ടേലിൻ്റെ. നമുക്കിത് മാറ്റി വയ്ക്കാം. സ്പ്രേ ചെയ്ത് പോകാതിരിക്കാനായിട്ട് അവർ വെച്ചിരിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിങ്ങനെ കിടന്നൊരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് സെൻ പ്രൊഫൈലിലേക്ക് വരാം. കയ്യെ തന്നെ അടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പ്രൊജക്റ്റ് ചെയ്ത് വരുന്നു. എയറിൽ കിട്ടുന്നത് നല്ല ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്, ചെറിയ രീതിയിൽ നല്ല ഊത് കിട്ടുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. നമ്മുടെ എർബ പ്യൂറയ്ക്കകത്തോട്ട് അല്പം ഊതി ചേർത്താൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു സാധനം അത്. എർബ പ്യൂറ ഇച്ചിരി കൂടെ ഒരു ഫെമിനൈൻ ലീനിങ് ആണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇനീഷ്യൽ ആ ബ്ലാസ്റ്റിൽ ഒരു ചെറിയൊരു പ്രശ്നം ചിലപ്പോൾ ആൾക്കാർക്ക് ഉണ്ടായേക്കാം. പക്ഷേ ഇത് മൈൽഡ് ഊതായിട്ട് അങ്ങ് സെറ്റിൽ ചെയ്യും. ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞ് ഇതിനകത്ത് പെയറുണ്ട്, ഫിഗുണ്ട്, അത് നമ്മുടെ അത്തിപ്പഴമുണ്ട്, മുന്തിരിങ്ങ ഉണ്ട്, റെഡ് മുന്തിരി, പിന്നെ വനിലയുണ്ട്, ലെതറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഈ ഊതിനെ ഇങ്ങനെ അങ്ങ് കോംപ്ലിമെൻ്റ് ചെയ്ത് റൗണ്ടപ്പ് ആക്കി എടുത്തിരിക്കുന്ന ഒരു ഫ്രാഗ്രൻസ്. ഇതൊരു അമേസിങ് ക്രിയേറ്റിവിറ്റിയാണ്. ഇത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ബീസ്റ്റ് മോഡാണ്. നമ്മൾ ഇപ്പം ചൂടുള്ളപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവൻ മണക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളത് സ്പ്രേ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാൻ 8-9 എണ്ണം അടിച്ചിട്ട് ഇറങ്ങി. അത് എനിക്ക് തിരിച്ച് കയറി കുളിക്കേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ. ഈ ചെസ്റ്റ് ഏരിയയിൽ ഒരു 2-3 ഈ ചെസ്റ്റ് ഏരിയ താങ്ങിയാൽ അത് മതിയാവും. ദിവസം മുഴുവൻ നിന്ന് പ്രൊജക്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ലിമിറ്റഡ് നമ്പർ ഓഫ് സ്പ്രേയും കൊണ്ട് ഇതിന് ഓഫീസിൽ വരെ യൂസ് ചെയ്ത് അത്രയ്ക്കും നിരുപദ്രവകാരിയായ ഒരു ഊതാണ്. പക്ഷേ നല്ല പ്രൊജക്ഷനും നല്ല ലോഞ്ചിവിറ്റിയും ഉണ്ട്. പ്രൊജക്ഷൻ ലോഞ്ചിവിറ്റിയൊക്കെ ഇതിന് 10 ഔട്ട് ഓഫ് 10 ആണ് കേട്ടോ. പക്ഷേ നിങ്ങൾ ഊത് ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. ഫ്രഷ് ടേസ്റ്റുള്ള ആളുകൾ ഇതിന് കയറി തല വയ്ക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിരുന്നാലും അവർക്കൊരു എൻട്രി ഊത് സാധനമായിട്ട് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. എൻട്രിയിൽ ഇതാണ് ഇതിൻ്റെ ഇത്. പിന്നെ ഇതുണ്ട്, ഇതിൻ്റെ ഈ ബോട്ടിൽ നിങ്ങൾ എടുക്കുമ്പം നിങ്ങൾക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇത് ഫീൽ ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലെന്ന്. പക്ഷേ അത് തെറ്റാണ്. ഇതിനകത്ത് ഇഷ്ടംപോലെ സാധനമുണ്ട്. ഇവർ കണ്ടോ അലുമിനിയം വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ അലുമിനിയം ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഇത് ഇങ്ങനെ ഇട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കനമുണ്ട്. അപ്പം ഇത് മേടിച്ചിട്ട് ഇതിനകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞ് കടക്കാരോട് വഴക്കുണ്ടാക്കാൻ പോയവരും പിന്നെ വീണ്ടും ഒന്നുകൂടെ മേടിച്ചവരെയൊക്കെ എനിക്കറിയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ടോപ്പിനോട്ട് വരുന്ന അഗർവുഡ്, അത് ഊതാണ്. ഫിഗ്, അത്തിപ്പഴം, പെയർ, സവർജില്ലയൊക്കെ പോലത്തെ സാധനം, ഓറഞ്ചും ബെർഗമോട്ടും. അത് 2 തരത്തിലുള്ള നാരങ്ങ, ഒരു ഓറഞ്ചുമാണ്. പിന്നെ നടുക്ക് വരുന്നത് പച്ചൂലി, ഓറിസ്, അതായത് ഐറിസ് തന്നെയാണത്. ഈജിപ്ഷ്യൻ ജാസ്മിൻ, ആ ജാസ്മിനും ഐറിസും, ഗ്രേപ്സ്, ചുവന്ന മുന്തിരിയും, മഡഗാസ്കർ വനില. അത് മഡഗാസ്കറിൽ നിന്നുള്ളതാണോ എന്നറിയത്തില്ല. വനിലിന് എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു ഏഞ്ചലിക് വനില, ലെതറും വൈറ്റ് മസ്കും. ഇത്രയും സാധനങ്ങളാണ് ബേസിൽ വനിലയും ലെതറും വൈറ്റ് മസ്കുമാണ്. ടോപ്പിനോട്ട് തന്നെ ഊതാണ്. അതുകൊണ്ട് ആ ഊതിൻ്റെ ബ്ലാസ്റ്റിങ് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം അങ്ങ് മണക്കുമ്പോൾ നോക്കട്ടെ, ഇത് ടെസ്റ്റ് സ്ട്രിപ്പിൽ എങ്ങനെയാണ് മണക്കുന്നതെന്ന് ഞാൻ ഇതുവരെ നോക്കിയില്ല. ടെസ്റ്റ് സ്ട്രിപ്പിൽ ആ ബ്ലാസ്റ്റ് കുറവാണ് കേട്ടോ. നല്ല പ്ലസൻ്റാണ്, പ്ലസൻറ്റ് ഊത കേട്ടോ. ഇതുപോലത്തെ പ്ലസൻറ്റ് ഊതുകൾ കുറവാണ്. അപ്പം നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ബോട്ടിൽ ഗ്രാബ് ചെയ്യുക കേട്ടോ. നല്ല റിസോർട്ട്. അപ്പം അവനോട് മാറിയിരിക്കട്ടെ. ഇതാണ് മൊണ്ടേൽ ഊദ് അമേസിങ്ങിൻ്റെ വിശേഷങ്ങൾ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തോ ഇതിന് മാത്രം പറയാനുള്ളത്. നല്ല ഫ്രാഗ്രൻസാണ്, കുഴപ്പമൊന്നുമില്ല. കേരളത്തിൽ നല്ല പ്രൊജക്ഷനും നല്ല പെർഫോമൻസും ഉണ്ട്. എൻട്രി ഊതുകാർക്ക് നല്ല ബെസ്റ്റ് സാധനമാണ്. എർബ പ്യൂറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതും ഇഷ്ടപ്പെടും.
അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാനേ ഞാൻ പറയുള്ളൂ എപ്പോഴും. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫ്രാഗ്രൻസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്തോരം കിട്ടുന്നു അതൊക്കെ അത് മാറ്റേഴ്സാണ്. ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം ടെസ്റ്റ് ചെയ്യുക. ബ്ലൈൻഡ് ബൈ ചെയ്താലും നിങ്ങൾ എന്നെ കണ്ടാൽ ഇടിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനത്തെ ഒരു ഊത് ഫ്രാഗ്രൻസ് ആയത് കേട്ടോ. നല്ലതാണ്. അടുത്തതാണ് ലത്താഫയുടെ പ്രൈഡ് ലൈനിൽ നിന്നുള്ള ഒരു നാച്ചുറൽ ഊതെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ട് ഇതിനെ ആരും അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യാതെ കിടക്കുന്നുണ്ട്. എന്താണ് കുഴപ്പം എന്നറിയാനായിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു നോക്കിയതാണ്. ഇതൊരു മഹാമാരക പ്രസൻറ്റേഷൻ. ഞാൻ സാധാരണ ഈ മൊണ്ടൈലിൻ്റെ ചെറിയൊരു കൂടാണ്, അത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞ്. പിന്നെ ഈ പൗച്ച് മാത്രമേ ഞാൻ വെച്ചോണ്ടിരുന്നുള്ളൂ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ വെച്ചോണ്ടിരുന്നത്. ഇതൊരു അതിമാരക പ്രസൻറ്റേഷനാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണോ, ഇതിനകത്തുനിന്ന് ഇതാ ഒരു ബോക്സ് വരവുകയായി. അതാ ഇതുണ്ടോ, ഇതാണ് അടുത്ത ബോക്സ്. ഇത് പ്രൈഡ് ലൈനിൽ എന്തൊക്കെ ഫ്രാഗ്രൻസുകളുണ്ടെന്ന് എന്നെപ്പോലുള്ളവരെ വഴിതെറ്റിക്കാനായിട്ട് അവർ ഇട്ടിരിക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ അവൈലബിൾ ആണെന്നുള്ളത്. നമുക്കിതെല്ലാം ഓരോന്ന് മേടിച്ച് ചാമ്പിയേക്കാം കേട്ടോ ചാനലിൽ. അതാണ് പ്രൈഡ് ലൈൻ. ഇത് നല്ല തടിയുടെ ബോക്സായത്. നല്ല തടിയുടെ ബോക്സായത്. പ്ലൈവുഡാണോ തടിയാണോ എന്താണ് ഇവന്മാർക്ക് ഇത് എങ്ങനെ മുതലാകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടത്. എന്നിട്ടിത് ഇതിങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തുറന്നു വരും. തുറന്നു വന്നു കഴിഞ്ഞിട്ട് ഇത് കണ്ടത്, ഇതിനകത്ത് ഇതിങ്ങനെ ഇരിക്കുക. നമ്മുടെ വിൻറ്റേജ് റേഡിയോ തുറക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ പ്രസൻറ്റേഷൻ റിവ്യൂ ചെയ്യാറില്ല. പിന്നെ അവരത്രയും കഷ്ടപ്പെട്ടപ്പോൾ ഇതൊന്ന് കാണിച്ചേക്കണമല്ലോ എന്ന് വിചാരിച്ചത്. ഇതുണ്ട്, ഇതിവിടെ തടിയൊക്കെ കൊത്തി വെച്ചേക്കുക. മണമുണ്ട്. അതിനെന്തോ ഒരു ഊതിൻ്റെ മണമുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ അടിച്ചിട്ട് ഇവിടെ തെറിച്ചിട്ട് മണത്താണോ എന്ന് എനിക്കറിയത്തില്ല. അതിനെന്തോ ഒരു ഊതിൻ്റെ മണമുണ്ട്. ഇത് ശരിക്കും ഊതാണോ? അപ്പോൾ ഇത് ഊത് മണക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, അപ്പം നമ്മൾക്ക് ഫ്രാഗ്രൻസ് ടെസ്റ്റ് ചെയ്യാം. ഇപ്പുറത്തെ കയ്യിൽ അടിക്കണം, ചെറിയ പേടിയുണ്ട്. ഞാൻ ഒരുപാട് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. നമുക്ക് നോക്കാം. ഇവിടെ അടിക്കാം, കുഴപ്പമില്ല, കയ്യിലടിക്കാം. ഇനിഷ്യൽ ആൽക്കഹോൾ ബ്ലാസ്റ്റ് എന്ന് പോട്ടെ കേട്ടോ. ഞാനൊന്ന് നോട്ട് നോക്കിക്കോട്ടെ. നാച്ചുറൽ ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അംബറും ഊതും വാം സ്പൈസിയും വുഡിയൊക്കെ ഫ്രാഗ്രൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് നോട്ട് വരുന്നത് സാഫ്രോൺ, കുങ്കുമപ്പൂവ്, ജാതിക്ക, ചുവന്ന പഴങ്ങൾ, ബെറീസ്, റാസ്ബെറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ, സ്ട്രോബെറി, ചുവന്ന പഴങ്ങൾ. നോക്കാം. എനിക്ക് നട്ട്മെഗ് കിട്ടുന്നുണ്ട്, സാഫ്രോൺ ഉണ്ട്. സാഫ്രോൺ പ്രോമിനൻ്റ് അല്ല എന്നാലും ഉണ്ട്. ഊത് പൊങ്ങി വരുന്നുണ്ട്. സെഡർ നന്നായിട്ട് വരുന്നുണ്ട്. സെഡർ ഊത് ഇതിൻ്റെ ബേസ്. ബെൻസോയിനും അമ്പറും ഉണ്ട് കേട്ടോ. റോസ് ഉണ്ട്, റോസ്, ഊത്, ബെൻസോയിൻ. ഇത് നല്ല ഫ്രാഗ്രൻസ് ആണല്ലോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, ഇത് നല്ലതാണേ. നല്ല ഫ്രാഗ്രൻസ് കേട്ടോ. ഇത് അണ്ടർ അപ്രീഷിയേറ്റഡ് ജെമ്മാണ്. ഇത് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു ഊത. ഇതൊരു എനിക്കിതൊരു 2500 രൂപയ്ക്ക് കിട്ടിയതാണ്. കുഴപ്പമില്ല, ഒരു അണ്ടർ അപ്രീഷിയേറ്റഡ് ഫ്രാഗ്രൻസ് ആണ്. വാങ്ങിക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ഞാൻ അടിച്ചില്ല, എനിക്ക് ഫ്രഷായിട്ടല്ല ഇത് കിട്ടിയത്. ഇത് അടിച്ച ആൾ പറഞ്ഞത് 6-7 മണിക്കൂർ നിന്നെന്നാണ്. ഞാൻ അടിച്ച് നോക്കിയിട്ട് പറയാം. ഞാൻ ഇപ്പം മൊണ്ടയിൽ റിവ്യൂ ചെയ്യാനോ വന്നു. പക്ഷേ എന്നാലും ഈ സാധനം ഈ പ്രസൻറ്റേഷനൊക്കെ കണ്ടപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇത് മേടിച്ച ആൾ ഊതിലവറൊന്നും അല്ലായിരുന്നു. അപ്പം അങ്ങേരെ എന്നോട് ചോദിച്ചു, ഞാനൊരു 100 രൂപ കുറച്ചെടുത്തോളാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അങ്ങേരെ 500 രൂപ കുറച്ചെടുത്തോളാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് 100 രൂപ കുറച്ചാൽ മതി, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ 2500 എടുത്ത് 2600 പുള്ളി വാങ്ങിച്ചത്. അപ്പം ഇതാണ് അതിൻ്റെ ഇത് കേട്ടോ. അപ്പം ലത്താഫ നാച്ചുറൽ ഊത് എന്നെ ഇത് ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്യുന്നു കേട്ടോ. ഇവിടെ എങ്ങനെയാണ് മണം വന്നെന്ന്. ഇപ്പം ആ മണമില്ല. ഇനിയിപ്പോൾ എൻ്റെ വല്ല പെർഫ്യൂമിൽ നിന്ന് വല്ല ബ്ലാസ്റ്റോ വല്ലതും തെറിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ.
അത് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ചേഞ്ച് ചെയ്തിട്ട് നല്ല സിഡർ ഇങ്ങനെ വന്നിട്ടിരിപ്പുണ്ട്. സിഡറും ഊതും, റോസും ഊതും നട്ട്മെഗും സാഫ്രോണും സിഡറും ഒക്കെ ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ്. അത്യാവശ്യം റൗണ്ടഡ് അപ്പോൾ കേട്ടോ, കൊള്ളാം, നല്ലതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഞാനപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഇടാം. ഞാനൊന്ന് 1-2 സ്ഥലത്തൊക്കെ ഒന്ന് അടിച്ചൊക്കെ നോക്കട്ടെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അപ്പം ഞാനത് ഡീറ്റെയിൽഡ് റിവ്യൂ ഇടാം. ഇപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. വേറൊരു പാക്കറ്റും കൂടെ ഉണ്ട് ഇവിടെ. ഇത് പൊട്ടിച്ചിട്ടില്ല. ഇത് അൽനഷാമ ആണ്, സാധാ അൽനഷാമ. ഇത് പഴയ അൽനഷാമ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പുള്ളി എടുത്തുകൊണ്ട് പോയി, എൻ്റെ ഒരു ബന്ധുക്കാരൻ എടുത്തുകൊണ്ട് പോയി. പിന്നെ എനിക്ക് വീണ്ടും മേടിക്കേണ്ടി വന്നത് ഇത് ഇനീഷ്യോ പാരഗണിൻ്റെയാണ്. പാരഗൺ അടിക്കുന്നതിന് വരെ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറ്. അപ്പം നമുക്കത് പിന്നെ റിവ്യൂ ഇടാം കേട്ടോ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ഡേയും നല്ലൊരു നൈറ്റും എല്ലാം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അജ്മലിൻ്റെ കുറേ സാധനം വന്നിരിപ്പുണ്ട്. ഇതെല്ലാം ഞാനൊന്ന് അടിച്ച് നോക്കിയിട്ട് പറയാം. ഇതെല്ലാം അജ്മലിൻ്റെ ഫ്രഷ് സാധനങ്ങൾ കണ്ടോ. ഇനിയുണ്ട്, പിടിക്കാൻ മേലാത്തത്ര 2 കൂടെ ഉണ്ട്. അതെ, ഇത് അഹമ്മദ് മഗരിബിയുടെ മുസൂൺ എന്ന് മറ്റേ പറഞ്ഞൊരു സാധനം ഇതുകൊണ്ട്. ഇതെല്ലാം കൂടെ ഇടാം, നമുക്ക് റിവ്യൂ ഇടാം കേട്ടോ. അപ്പോൾ ശരി, ബൈ. താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനെല്ലാം എല്ലാവർക്കും നന്ദി. അപ്പം നല്ലൊരു ഡേ നല്ലൊരു നൈറ്റ് ആശംസിക്കുന്നു. ബൈ.